ആടാ ഞാൻ ഇപ്പൊ സ്റ്റാൻഡിലേക്ക് എത്തിയതേ ഉള്ളു. നീ എവിടെയാണ്? ഫോട്ടോ ഉണ്ടായിരുന്ന? കുഴപ്പമില്ലല്ലേ? എനിക്ക് ഓട്ടം കുറവായിരുന്നടാ. ഇന്നലെ ഞാൻ ഈ പറഞ്ഞ പോലെ 2-3 ട്രിപ്പ് കിട്ടി, അതിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി. ഓട്ടം വളരെ മോശമാണ്. നീ എപ്പോഴാ ഇവിടെ നമ്മുടെ സ്റ്റാൻഡിലേക്ക് വരുന്നുണ്ടോ? ഇല്ല. എവിടെ? ആലുവയ്ക്ക് പോന്നാ? ശരി ശരി ശരി. പോട്ടോ. കുഴപ്പമില്ല. ശരിയടാ. ഓക്കെ ഓക്കെ. ഓക്കെടാ. ശരിയടാ, ഞാൻ വെക്കുന്നേ. ഞാൻ സുഹൃത്ത് വന്നിട്ടുണ്ട്. ഓക്കെടാ, ശരി ശരി. ഓക്കെ. താനിതോട് പോയിച്ചോ? ഞാൻ ചായ കുടിക്കാൻ പോയതാണ്. ഹോട്ടലില് 12 രൂപയുള്ളൂ, തട്ടുകടക്കാര് മേടിക്കുന്നത് 15-17. എന്താണ് അതിന്റെ സൊല്യൂഷൻ എന്ന് അറിയില്ല. ഈ ഗ്യാസ് കിട്ടാനില്ലല്ലോ, അതിന്റെ പ്രശ്നം കൊണ്ട് കൂട്ടിയതായിരിക്കും. യുദ്ധം തുടങ്ങിയപ്പോഴത്തേക്ക് ഒരു കാശ് കൂട്ടിയിട്ട് പിന്നെയല്ലേ ഗ്യാസിന് ഷോർട്ടേജ് അയക്കണേ. ഇപ്പൊ ഒന്നും പറയണ്ടോ. എനിക്ക് കുറച്ച് വിറക് കിട്ടി, അതുകൊണ്ട് വന്നിരിക്കേ. പെണ്ണുമ്പുള്ള വീട്ടിൽ സൗകര്യം തരണില്ല. ഗ്യാസില്ല ഗ്യാസില്ല എന്നും പറഞ്ഞു 2-3 ദിവസം കഞ്ഞി കുടിക്കണ്ടേ? എന്ത് ചെയ്യാൻ പറ്റും? ഇതിപ്പോ കുറച്ച് ദിവസമായിട്ട് ഗ്യാസ് കിട്ടുന്നില്ല. നമ്മളിപ്പോ ഇനി പൈസ എത്ര കൊടുക്കാന്ന് വെച്ചാൽ സാധനം വേണ്ടടോ. അപ്പൊ അത് കാരണം പെണ്ണുമ്പള് സൗകര്യം തരാഞ്ഞിട്ടാണ് ആ വഴി കിടന്ന കുറച്ച് വിറക് കിട്ടി. 2 ദിവസത്തേക്ക് എത്തിക്കാമെങ്കിൽ അത്രയായാലെന്ന് വിചാരിച്ചാൽ ഇന്ന് ഓടാൻ പറ്റില്ലല്ലോ. ഞാൻ 2-3 പരിപാടികൾ ഉണ്ടായിരുന്നു. എന്താണ്? ഇൻഷുറൻസ് അടയ്ക്കാനുണ്ടായിരുന്നു. എന്റെ പൊന്നാതെ, അത് അതിനേക്കാളും വലിയ അടങ്ങിയത്. അതാണ് 6500 രൂപയാണ് കഴിഞ്ഞ വർഷം ഇൻഷുറൻസ് അടച്ചത്. ഇന്ന് 7800, 1300 രൂപ കൂടി ഒരു വർഷം കൊണ്ടാ. അത് ഞാൻ അടയ്ക്കാനില്ല. അപ്പൊ തനിക്ക് അറിയാം എന്താണ് അതാണ് കൂട്ടിയാണ്. ചെയ്യാൻ പാടില്ല. എന്തോന്ന് ചോദിക്കാനാണ്? നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഓരോന്ന് ഇടക്കിടക്കിടക്ക് കൂട്ടുന്നത്. ഇത് അനുഭവിക്കാൻ നമ്മളുണ്ടല്ലോ. എന്റെ പൊന്നെ, എന്റെ ഒരു കൂട്ടുകാരനെ ടെസ്റ്റിന് എത്തിയേക്കണ വണ്ടി ക്ഷേമതി അടയ്ക്കാൻ ചെന്നിട്ട് മുതലാളി ക്ഷേമതി മാത്രമേ അടച്ചിട്ടുള്ളൂ 4000 രൂപ. തൊഴിലാളിയുടെ അടച്ചിട്ടില്ല. അവനോട് അടയ്ക്കണമെന്ന് അവൻ ആഗ്രഹമുണ്ട്. ഈ കാശ് തിരിച്ചു കിട്ടുമോ, അത് അവർ കൊണ്ട് തിന്നോന്നൊക്കെ അവൻ ചോദിക്കണേ. ഞാൻ പറഞ്ഞ പ്രശ്നമൊന്നുമില്ല, ധൈര്യമായിട്ട് അടച്ചോ. നമ്മളൊരു ഇക്കയുണ്ട്, പുള്ളി 3 പെൺകുട്ടികളുടെ കല്യാണം നടത്തിയപ്പോ പുള്ളിക്ക് 10-20,000 വെച്ച് കിട്ടിയെന്ന് പറഞ്ഞു. ഓരോ പെൺകുട്ടികളുടെ കല്യാണത്തിന്. പിന്നെ നല്ലൊരു കാശ് പുള്ളിക്ക് തിരിച്ചു കിട്ടിയെന്നൊക്കെയാണ് പറയണേ. കൊള്ളാണില്ലാത്തതാണ് ദൈവത്തിന് അറിയാം. ഞാനെന്തായാലും ഇതുവരെ അടച്ചിട്ടില്ല. അടയ്ക്കാൻ തുടങ്ങിയിട്ട് കിട്ടിയ ഭാഗ്യം. കിട്ടി ആ കാശ് പോവുകയായി. എന്താ പറയണവരോട് ഒന്നും പറയല്ലോ. നമ്മുടെ ജീവിതം അങ്ങനെ ആയിപ്പോയെന്ന്. നമ്മളിപ്പോ ആരോട് പരാതി പറയാനാ? നമ്മ പണിയെടുക്കാൻ മാത്രമേ ഉള്ളൂ. ഇത് ഇപ്പൊ പൈസയൊക്കെ കൂട്ടുന്നുണ്ട്. ഇപ്പൊ മിനിമം ചാർജ് 30 രൂപയൊക്കെ ആയെന്ന് പറഞ്ഞു. എന്തെങ്കിലും ഈ പറഞ്ഞ 30 രൂപ 300 രൂപ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ എങ്ങനെ മുതലാവണപ്പോ? വർക്ക്ഷോപ്പിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്താ അവസ്ഥ? അവൻ ചോദിക്കണ പൈസ അവനങ്ങ് കൊടുക്കാണ്ട് അവൻ വണ്ടി പണിതിങ്ങിയ തരത്തിൽ അത്രേ ഉള്ളൂ. ഒരു സ്പെയർ പാർട്സ് കടയിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 രൂപ അതിന്റെ അടുത്ത് കുറവൊന്നുമില്ലല്ലോ. ഇപ്പോഴും കാശ് കൂടുതലാണ്. ഓരോ സ്പെയറിനും പുതിയ പൈസ കൂടിക്കൊണ്ടിരിക്കും. വണ്ടിയിൽ കയറുന്ന പാസഞ്ചർ കുറയ്ക്കും. മേടിക്കണം പ്രാഗിട്ടാണ് 10 രൂപയെങ്കിൽ 10 രൂപ നമുക്ക്. കിട്ടിയ കാശല്ലേ നമുക്ക് കിട്ടണം. പിന്നെ എങ്ങനെ രക്ഷപ്പെടാനാ? രാവിലെ അറിഞ്ഞു തരുന്നുണ്ട് ആരെങ്കിലും? 10 ദിവസം അറിഞ്ഞ് വണ്ടി കയറിയാൽ മാത്രം, ഓട്ടോറിക്ഷ കയറിയാൽ മാത്രം ആരും കാശ് തരില്ല. മറ്റുള്ള കടകളിൽ പോയിട്ട് എന്നിട്ട് സാധനം മേടിക്കുന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞ ആശാൻ കൊടുക്കും. കല്ലൂരിലൊക്കെ പോയി സാധനങ്ങൾ മേടിക്കുന്നത് എന്താണ്? മദ്യപാനികൾ കാശ് ഇറക്കിട്ടെങ്കിൽ മദ്യപാനികൾ വണ്ടി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും പിച്ചത്തരം കാണിക്കും. അവന് ലിറ്റർ മേടിക്കുന്നതിന്റെ ഒരു വിഷയമില്ല. നമുക്ക് 10 രൂപ തന്നെങ്കിൽ ബാറിൽ പോയി പോകുന്നു പറഞ്ഞാൽ തന്നെ. അതെ, അങ്ങനെ ജോസേട്ടൻ വന്നില്ലായിരുന്നു? ജോസേട്ടനെ കണ്ടില്ലല്ലോ. കണ്ടില്ല. ആണോ? ഇന്ന് ആരെങ്കിലും നമുക്ക് സ്റ്റാൻഡിൽ ആരെങ്കിലും മുടക്കമുണ്ടോ? ഇല്ല, ആരും മുടക്കില്ല. എല്ലാവരും ഉണ്ടല്ലോ. എല്ലാവരും ഉണ്ട്. നിങ്ങളൊരു കാര്യം അറിഞ്ഞോ? അങ്ങനെ ഞാൻ വിടാൻ തീരുമാനിച്ചിട്ടില്ല. അയാൾക്കത്തെ ഞാനൊരു പണി കൊടുത്തിട്ടേ ഇരിക്കുള്ളൂ. എന്റെ കുഞ്ചിനെ പിടിച്ച് തല്ലിയേക്കണേനെ കേളവൻ. ബോസ്കോ കേസിൽ ഞാൻ പെടുത്തു. ചേച്ചി, ബോസ്കോ അല്ല, പോസ്കോ. പോസ്കോ അല്ലടോ, എനിക്കറിയാലോ ആ പേര്. ചേച്ചി പറഞ്ഞത് തന്നെ. അയാളെ എന്റെ കൊച്ചിനെ തുടക്കിട്ടൊക്കെ അടിച്ചേക്കണേ പിടിച്ച്. എന്റെ പൊന്നേച്ചി, സാറുമാരെ ചിലപ്പോ തല്ലും ശാസിക്കും. അവര് പഠിക്കാനും വളരാനും വേണ്ടിട്ടല്ലേ. അതെ, ആ കിഴവന് ഭയങ്കര ചൊറിച്ചിലെത്തും കൊച്ചുങ്ങളെ കാണുമ്പോ. അവന് പാവാട പൊക്കി അടിക്കാൻ പറ്റുമോ അവന്? അയ്യോ, അപ്പൊ എന്താ? പിന്നെ അവനെന്ത് ചെയ്യണം ഞാൻ? എന്താ ഇത്? ചേച്ചി, കുട്ടികളല്ലേ, അത് അങ്ങനെ നടന്നിട്ടുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കണ്ടേ? വെറുതെ പിന്നെ കൊച്ചുങ്ങളെ വന്ന് നമുക്ക് സ്കൂളിൽ ചെന്ന് ചോദിക്കാം. ചേച്ചി പറയുന്നത് നിങ്ങൾക്ക് എന്റെ കൂടെ ഒന്ന് സ്റ്റേഷൻ വരെ വരാൻ പറ്റുമോ?
എന്റെ ചേച്ചി ഇതിനൊക്കെ വേണ്ടി നമുക്ക് പോലീസ് പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട ആവശ്യമുണ്ടോ? പെൺകൊച്ചല്ലേ അതിന്റെ ഭാഗമായിട്ട് ഇതുപോലെ തന്നെ സ്കൂളിൽ സാറന്മാര് തല്ലിയിട്ടില്ലേ? അത് ശരിയാണ്. പക്ഷെ എന്നെ നുള്ളിപ്പറിക്കിട്ടുണ്ടോ ചെറുപ്പത്തില് തൊടയിട്ടൊക്കെ? താനെവിടെ പോയിക്കോടാ. താൻ എന്താ പറയാൻ ഇങ്ങോട്ട് തന്നെ അതിന്റെ കൂടെ ചൊറിയാൻ അയാള്. ചേച്ചി പറ. ഇനിയിപ്പോ കൊച്ചു സ്കൂളിൽ പോകില്ലെന്നാ പറഞ്ഞേക്കുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞു. ആ അപ്പൊ എന്താ എന്തെങ്കിലും ഉണ്ടാകാണ്ട് കൊച്ചു പറയില്ലല്ല. അതെ, കിളവന്മാർക്ക് സ്കൂളിൽ പോയിട്ട് ഒന്ന് അന്വേഷിച്ചാ പോരെ? പോയി അന്വേഷിക്കാന്ന്. എന്നാ നമുക്ക് എല്ലാവരും കൂടി സ്കൂളിലേക്ക് പോകാൻ. അല്ല, നമ്മുടെ ആ സെക്രട്ടറി വന്നിട്ട് പോയാ പോരെ? അയ്യോ, എന്നെ പഠിപ്പിച്ച സാറല്ലേ മനസ്സിലായി. ഉത്തമൻ. എട്ടയിലെ ഉത്തമനാണോ? ഇവിടെ ആണോ? ഓട്ടോ ഒക്കെ ഉണ്ടോ? കുഴപ്പമില്ല, പൈസ ഒക്കെ കറക്റ്റ് മേടിക്കുന്നുണ്ടോ? കണക്കിന് തീരെ മോശമായിരുന്നു. പിന്നെ പിച്ചൊക്കെ ഇപ്പോഴും കാണും. ഇപ്പോഴത്തെ കാലത്ത് പിള്ളേരെ തൊടാൻ പറ്റത്തില്ല. പിന്നെ പാടൊക്കെ പഠിക്കുന്ന കാലത്ത് തീരെ കുരുത്തക്കെട്ടവരായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ സുഖമായിരിക്കും. മക്കളൊക്കെ എവിടാ താമസം? എവിടാ? ഇവിടെ അടുത്ത് തന്നെ. എനിക്ക് പെൻഷൻ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. പെൻഷൻ മേടിച്ചോണ്ട് വരിക. പിന്നെ സുഖമായിരിക്കും. ശരിയാ, അനുഗ്രഹിക്കും. കണ്ട, ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയുള്ള ബഹുമാനമുള്ള ആൾക്കാരുണ്ട്, സാറന്മാരെയൊക്കെ ബഹുമാനിക്കുന്നത്. ഞാനും അങ്ങനെ ആലോചിച്ചു ഇതെന്താണ് ഈ കാണിച്ചു കൂട്ടണേന്ന്. എന്ത് ബഹുമാനം? തന്നെ കളവൻ അയാളെ കണ്ടാണ്ടല്ലോ അന്നോട് കഞ്ഞി കിട്ടൂല. എന്നെ ഇപ്പോഴും അടിച്ചു പൊട്ടിച്ചാൽ പാട് പോയത് തുടങ്ങി കിടക്കാം. അതിന്റെ വേദന എപ്പോഴും പോയിട്ടില്ല. താൻ എന്താണോ അടിക്കൂട്ടി എന്താ ബഹുമാനം? തലയെ കൈ വെക്കണ, കാല് പിടിക്കണ, അതൊക്കെ ഉണ്ടാവും. കാരണം അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ അയാളെ പിന്നെ എന്റെ ദേഷ്യം മാറില്ല. പുള്ള കണ്ടു കഴിഞ്ഞി. താൻ ജോസേട്ടനെ വിളിക്കണോ? ജോസേട്ടനെ വിളിക്കാല്ലേ? ഇനിയിപ്പോ ആ ചേട്ടനൊന്നും വിളിച്ച് വരുത്തണ്ട. ഇന്നത്തേക്ക് ഞാൻ ക്ഷമിച്ച്. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ വരും. നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണം. നമുക്ക് എല്ലാവരും കൂടി പോവാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ജോസേട്ടനെ വിളിച്ചിട്ടേ നമുക്ക് സ്കൂളിൽ പോയിട്ട് സംസാരിക്കാം. അല്ല, ഞാൻ പോയിക്കോട്ടെ തന്നെ. എന്നാ മതി ചേച്ചി, അങ്ങനെ ചെയ്യും. പെൺകൊച്ചല്ലേ, നമുക്ക് അതിന്. ശരി, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെച്ചാ വരണേ നിങ്ങള്. ശരി, ഞങ്ങളിവിടെ ഉണ്ടാവും. ശരി, ഓക്കെ.